ഇന്നൊരു ഹെൽത്തി ബനാന കേക്ക് ഉണ്ടാക്കിയാലോ? വാനില എസൻസോ മൈദയോ അതുപോലെ ഷുഗറോ ഒന്നുമില്ലാത്ത ഒരു ബനാന കേക്ക് നമുക്കുണ്ടാക്കി നോക്കാം. ഇതിനായി 3 ബനാനയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ബനാനയാണ് ഏറ്റവും നല്ലത്. തൊലിയൊക്കെ ചെറുതായി കറുപ്പടിച്ചിട്ടുള്ളത്. ഇത് പഴുത്തിട്ടുണ്ട്, എന്നാലും അത്രയങ്ങ് പഴുത്തിട്ടില്ല. കുറച്ചുകൂടി പഴുത്ത ബനാനയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ബനാന നല്ലതുപോലെ സ്മാഷ് ചെയ്ത് നല്ല സ്മൂത്ത് ആവുന്നത് വരെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുക്കുക. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചും എടുക്കാവുന്നതാണ്. എന്നാൽ സ്മാഷ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി കേക്കിൽ ആ നല്ല ബനാനയുടെ ഒതൻറ്റിക് ടേസ്റ്റ് വരും. അതുകൊണ്ട് സ്മാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബനാന നല്ല സ്മൂത്ത് ആയതിനു ശേഷം അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഞാൻ ChatGPT ചോദിച്ചാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണയാണ് ആഡ് ചെയ്യേണ്ടത്. എണ്ണയോ ബട്ടറോ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറും പിന്നെ കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഹെൽത്തി റെസിപ്പിയാണ്. അതുകൊണ്ട് നമ്മളിതിൽ ഷുഗർ ഉപയോഗിക്കുന്നില്ല. പകരം ഡേറ്റ്സ് ആണ് മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. ഞാനൊരു 10 ഡേറ്റ്സ് കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചൂട് പാലിൽ അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചു. അതിനുശേഷം നല്ല പേസ്റ്റായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് എണ്ണ കൂടി ചേർക്കണം. കാരണം ഞാൻ ബട്ടർ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ബനാന കേക്ക് ആയതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ടാൽ ഒരു നാടൻ രുചി നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് ബീറ്ററും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിസ്ക് കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഈ ഒരു കപ്പിൽ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഹെൽത്തിയാക്കാൻ നമുക്ക് കുറച്ച് റാഗി പൗഡർ കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊരു അരിപ്പിലോട്ട് തട്ടി ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവ കൂടി ആഡ് ചെയ്യണം. ബേക്കിംഗ് സോഡ ഞാനൊരു 2 സ്പൂൺ, ഇത് വളരെ ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുത്തത്. അതുപോലെ ബേക്കിംഗ് പൗഡർ ഞാനൊരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇതെല്ലാം നല്ലതുപോലെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ഇതിൽ നല്ലതുപോലെ മിക്സ് ആവും. പിന്നെ വാനില എസൻസ് ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ, അതിന് പകരമായിട്ട് ഞാൻ ഏലക്ക പൊടിയാണ് ഒരു മണവും ഒരു ഫ്ലേവറും കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ലേശം ഉപ്പ് കൂടി ഇടണം. ഞാനിപ്പോൾ ഇടാൻ മറന്നുപോയി. ഞാൻ അരിച്ചു കഴിഞ്ഞാണ് ഓർത്തത്. അപ്പോൾ ഉപ്പ് വളരെ കുറച്ച് മാത്രം മതിയാകും, ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഇനി മാവ് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇത് ഓവർ മിക്സ് ചെയ്യരുത്, ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. അത് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്, നേരത്തെ ഇടാനായിട്ട് മറന്നുപോയി. അരയ്ക്കുന്ന സമയത്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ കുറേശ്ശെ മാവ് തട്ടി മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ മിൽക്ക് കൂടി ചേർത്തത്. മാവ് ഞാൻ 1.5 ബൗളാണല്ലോ എടുത്തത്. 1 ബൗൾ എടുത്താലും ഇതിന് കറക്റ്റ് ആകുമായിരുന്നു. അപ്പം ഞാൻ ഈ മാവ് മിക്സ് ചെയ്യും തോറും കൺസിസ്റ്റൻസി വളരെ തിക്കായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്താണ് ഞാൻ മിക്സ് ആക്കിയത്. മിൽക്ക് അങ്ങനെ ഞാൻ ആ മാവളന്ന ബൗളിൽ 2 ബൗളോളം മിൽക്ക് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വീറ്റ് ആണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടെക്സ്ചറായിരുന്നു. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് തന്നെ കരുതിയത്. ഒരു ഹെൽത്തി ആയതുകൊണ്ട് ഭയങ്കര ഷുഗറും ഇല്ല, അതുപോലെ ടെക്സ്ചറും ഒക്കെ ഒരു ഗോതമ്പ് മാവിൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് മൈദയുടെ ടെക്സ്ചർ അല്ല വരുന്നത്, കുറച്ചുകൂടി നല്ലൊരു സോൾഡ് ആയിട്ടുള്ള ടെക്സ്ചറായിരുന്നു കിട്ടിയത്. ഇനി കുറച്ച് വാൾനട്ടും ബദാമും കൂടി പൗഡറാക്കി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ക്രഷ് ചെയ്ത് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ക്രഷ് ചെയ്തപ്പോഴത്തേക്ക് അത് പൗഡറായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് നമ്മുടെ കേക്കിന് ഇത് കൊടുക്കും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാവും. ഇനി നമ്മൾ പാനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പാനിൽ ഒരു തിരിവ് പോലത്തെ ഒരു സാധനം വെച്ച് ഒരു 7 to 8 മിനിറ്റ്സ് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് എടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്. ആ സമയം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം തയ്യാറാക്കാം. ഇപ്പോൾ ഒരു ബട്ടർ പേപ്പർ നടുക്കിൽ വെച്ച് ഫുള്ളായിട്ട് ഒന്ന് ബട്ടർ തേച്ചെടുക്കണം. ഇനി അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിക്കാം. ഈ ബാറ്റർ ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ലെവലാക്കാനായിട്ട് ഒന്ന് ഇതുപോലെ തട്ടിക്കൊടുക്കണം. അപ്പോഴത്തേക്കും ഈ ബാറ്ററിനിടയിൽ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല സെറ്റായിട്ടുള്ള കേക്ക് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ മുകളിലായിട്ട് കുറച്ച് ബദാം കൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിലോട്ട് ഇതിറക്കി വെച്ച് അടച്ചു വെക്കാം. ഏകദേശം ഒരു 45 അവറോളം ഞാനിത് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ. ഇതാ നമ്മുടെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല പൊങ്ങിയാണ് നിന്നത്. പക്ഷെ ഞാൻ അതിനകത്ത് തന്നെ കുറച്ച് നേരം വെച്ചിരുന്നു. അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടി ഫ്രണ്ട് ഫുൾ താന്നുപോയി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടി. പാത്രത്തിൽ നിന്നൊക്കെ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ ഇളകി വന്നു. നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ഫ്ലഫി ഒക്കെ ആയിരുന്നു കേക്ക്. പക്ഷേ ഗോതമ്പ് മാവ് ഉപയോഗിച്ചതിന് ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. പക്ഷേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. അപ്പം ശരി, ബൈ ബൈ.